ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പോയിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി മുഖാന്തരം തന്നെ ശ്രുതി ചന്ദ്രയുടെ യൂട്യൂബിൽ വൈറലായ വീഡിയോ, അതായത് ചന്ദ്രയുടെ ബാഗ് ശരത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ കാണുകയും വേഗം തന്നെ ഈ ഒരു വിവരം അമ്മയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം പലതവണകളായിട്ട് സച്ചി ശ്രുതിനെ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അതിനെല്ലാം തന്നെ തിരിച്ചടിയായിക്കൊണ്ട് തൻ്റെ കാര്യം വീട്ടിൽ മാത്രമേ അറിഞ്ഞുള്ളൂ, പക്ഷേ സച്ചിയുടെ അനിയൻ കള്ളനായി ലോകം മുഴുവൻ അറിയാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഒരു പാവമായിട്ട് അഭിനയിക്കണം. ശ്രുതി വേഗം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണോ ശ്രുതി? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രേവതിക്ക് ദോഷമായിട്ട് വരില്ല. രേവതിനോട് ചിലപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളോട് ഇറങ്ങിപ്പോവാൻ പറയുകയാണെങ്കിൽ അവൾ ഇറങ്ങിപ്പോകട്ടെ, അതല്ലേ നല്ലത്. ചിലപ്പോൾ ഇവളും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും എല്ലാം ചെയ്ത്. നീ എത്രയും വേഗം തന്നെ അമ്മയെ പോയി കാണാം. അമ്മയെ ഞാൻ കുറച്ച് പേരും മുന്നേ വിളിച്ചിരുന്നു. അമ്മ ഭാമായൻ്റെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. വേഗം അങ്ങോട്ടേക്ക് ചെല്ലി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ കേട്ടോ. ശ്രുതിയാണെങ്കിൽ തൻ്റെ ലക്ഷ്യം നേടിയെടുത്തു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇതേ സമയം തന്നെ ചന്ദ്രയും ഭാമയും ആകട്ടെ ഡാൻസ് ക്ലാസ്സിൽ ഒരൊറ്റ സ്റ്റുഡൻറ്റ് പോലും വന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി വന്നിട്ട് പറയുന്നത്, ആൻറ്റി ഒരു കാര്യം അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷനോട് ഇപ്പോൾ തന്നെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നത്, കാര്യം എന്താണെന്ന് പറ ശ്രുതി, നീ എന്നെയും കൂടെ ടെൻഷൻ അടിപ്പിക്കാതെ. എൻ്റെ ശ്രുതിയുടെ ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, അതോ ഇനി അവർക്ക് ശ്രുതിക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ഡീലർഷിപ്പുകാർ വേണ്ടാന്ന് വെച്ചാൽ നീ കാര്യം പറയാനൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം പറയാണ്, ഞാൻ പറയണത് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കട്ടത്. കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം അരച്ച് കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ ഭാമ പറയുന്നുണ്ട്, ഈ ചെറുക്കനെ എന്ത് എങ്ങനെയായിപ്പോൾ ഒന്നുമല്ലെങ്കിലും അവൻ്റെ ചേച്ചിയുടെ കാര്യമെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭർത്താവ് തേടി കണ്ടുപിടിച്ചല്ലേ. ഞാൻ പലതവണ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ട എന്ന്. അവളും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നാൽ ഭാമ പറയണേ, രേവതി അങ്ങനത്തെ ഒരാളൊന്നുമല്ല, നീ ഇങ്ങനെ വെറുതെ രേവതിനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. അവൻ ചെയ്തിട്ട് രേവതിനെ വഴക്ക് പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭാമ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ വലിയ സപ്പോർട്ടും ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട. അവർ ആ കുടുംബസമയം തന്നെ മോഷ്ടാക്കളാണ്. നേരത്തെ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതാണ്, ഇപ്പോൾ എൻ്റെ പണവും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു കള്ള കുടുംബമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി വേഗന്നവാ നമുക്ക് രേവതിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, രേവതിയുടെ വീട്ടിലേക്ക് പോകണോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനെന്താ പോകണം, ഇപ്പം തന്നെ പോകണം, എനിക്ക് ഇപ്പം തന്നെ അവനെ പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശ്രുതിയും കൂട്ടിക്കൊണ്ട് രേവതിയുടെ വീട്ടിലേക്കായിട്ട് ചെല്ലാനൊരുങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശരത്താകട്ടെ സച്ചിക്ക് വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്തുകൊണ്ട് വരുന്ന അതേ സമയം തന്നെയാണ് ആന്റണിയും തൻ്റെ ഗുണ്ടകളും കൂടി വഴിക്കൽ നിൽക്കുന്നത് കേട്ടോ. ശരത്ത് ആ വഴിക്ക് വരുന്നുണ്ട് എന്ന് ആന്റണി കൂട്ടാളി പറഞ്ഞത് പ്രകാരമാണ് ആന്റണി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ശരത്തിനെ കാണുമ്പോൾ തന്നെ കൈ നീട്ടി വണ്ടി നിർത്തിയതിന് അപ്പോൾ ആന്റണിയെ കാണുമ്പോൾ തന്നെ ശരത്തിന് ദേഷ്യം അടക്കാനാവാതെ വായി തൊല്ലിരൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത്, നീ ദേഷ്യപ്പെടാതിരിക്കും ശരത്തെ, നീയാണിപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ വീഡിയോ ഇതേ യൂട്യൂബിൽ വൈറലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും ശരത്തിനത് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ശരത്ത് പറയുന്നുണ്ട്, എടാ ആന്റണി നീ ചതിച്ചുവല്ലേ, എന്നെ നീ മനഃപൂർവ്വം ചതിക്കാൻ കൂട്ടുനിന്നല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനായിട്ട് ചതിക്കാനായിട്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിലില്ല തലം, പക്ഷേ ഈ ഒരു വീഡിയോ ഫോണിലുണ്ടായിരുന്നു എൻ്റെ സച്ചേൻ്റെ കയ്യിലാണ്, അവനാണ് ഈ ഒരു വീഡിയോ റിലീസ് ചെയ്തതെന്നൊക്കെ ആൻ്റണി പറയുമ്പോഴത്തേക്കും ശരത്ത് അത് സമ്മതിക്കാൻ തയ്യാറാവുന്നുണ്ട്. ശരത്ത് പറയുന്നുണ്ട്, ഒരിക്കലില്ല, സച്ചേനെ ഇങ്ങനെ ചെയ്യുകയില്ല, സച്ചേനെ അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ചെയ്യണമായിരുന്നു, നീ മനഃപൂർവ്വം ചെയ്താണെന്നൊക്കെ ആൻ്റണിയോട് പറയുമ്പോഴത്തേക്കും നീ ഇങ്ങനെ സച്ചി അന്ധമായിട്ട് വിശ്വസിക്കരുത്, അവൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തതിനൊക്കെ അവനും അറിയാൻ മേലാഞ്ഞിട്ട് ശരത്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരത്ത് സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ആൻ്റണിയാണ് ഇത് വീഡിയോ പുറത്താക്കിയെന്ന രീതിക്ക് സംസാരിച്ച് ദേഷ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ആൻ്റണി തന്നെ ഗുണ്ടകളായിട്ട് പറയുന്നത്, അവൻ എവിടെ പോകാൻ, ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി തന്നെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളും, അവൻ്റെ അഹങ്കാരത്തിന് ഈ ഒരു വീഡിയോ തന്നെ ധാരാളം എന്നൊക്കെ ഇങ്ങനെ ആൻ്റണി പറയുന്നുണ്ട്. എന്നാൽ ശരത്താകട്ടെ വീട്ടിലേക്ക് ചെന്നിറങ്ങിയതിന് ശേഷം ഒരു വീഡിയോ അമ്മയും ചേച്ചിയൊക്കെ കണ്ടുകാണോ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, നാട്ടുകാർക്ക് മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും, ഞാൻ നന്നായി ജീവിച്ച് തുടങ്ങിയതായിരുന്നു, ഇപ്പം ഞാൻ എല്ലാവരും മുമ്പിൽ കള്ളനായി എന്നൊക്കെ ഇങ്ങനെ ശരത്ത് ചിന്തിക്കാനായി. ഇതേ സമയം തന്നെ രേവതിയോടെ ദേവ് പറയുന്നുണ്ട്, സച്ചിയുടെ ഫോൺ നല്ല ഫോണാണ് രേവതി ചേച്ചി, എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് കയറുന്നത്. ശരത്ത് വന്ന ഉടനെ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ചേച്ചി, സിമ്മ് അതിലേക്ക് ഇട്ടാൽ മതി, കോളുകളൊക്കെ സാധാരണ പോലെ വന്നോളുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിലും എൻ്റെ മോൻ ബുദ്ധിമാനാണ്, അവൻ്റെ പരീക്ഷയ്ക്ക് ദൈവളേക്കാളും ചേച്ചി മാർക്ക് മേടിക്കുന്ന കണ്ടോ എന്നൊക്കെ ലക്ഷ്മി വളരെയധികം സന്തോഷത്തോട് പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കാണ് ശരത്തിന് സമാധാനമാവുന്നത്. കാരണം ഈ ഒരു വീഡിയോ വീട്ടിൽ അറിഞ്ഞിട്ടില്ല എന്നോർത്തുകൊണ്ട് തന്നെ. എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയും ദുഃഖവും കാരണം ശരത്ത് റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്കായിട്ട് ചന്ദ്ര വരുന്ന കാണുമ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം തങ്ങളുടെ വീട്ടിലേക്ക് അമ്മ വന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെ രേവതി സംസാരിക്കുമ്പോൾ എവിടെയും നിൻ്റെ അനിയൻ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ചന്ദ്രയുടെ സൗണ്ട് കേട്ടുകൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ശരത്തിന് ഒരുപാട് തല്ലുന്നുണ്ട്. പെട്ടെന്ന് രേവതി മുന്നോട്ട് കയറി എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് കരുതിക്കൊണ്ട് എൻ്റെ അനിയനെ ഈ വീട്ടിൽ വന്ന് കയറിയാണ്ടല്ലോ, അതേ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ കാണുമെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, നീ എന്ത് ചെയ്യുമ്പോഴേ നീ ഞാൻ തല്ലുമോ എന്ന്
ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിങ്ങനെ വെറുതെ വിടുന്ന മറ്റാരെങ്കിലും അവനെ കാരണം അടിച്ച് പുറച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചന്ദ്രയുടെ നേർക്ക് കൈ ചൂണ്ടി നിൽക്കുക കേട്ടോ. ഈ ഒരു സമയം ലക്ഷ്മിയും വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മോശമായി സംസാരിക്കുന്നത് നിങ്ങളുടെ അവിടെയുള്ളൊരു വലിയ മനുഷ്യനെക്കുറിച്ച് സച്ചിയെക്കുറിച്ച് ഓർത്തിട്ടാണ്. പക്ഷേ ഈ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ മോനെ ആക്രമിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടായെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്ന നേരത്ത്, നിങ്ങളുടെ മോൻ എന്താ കാണിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ, അത്രയ്ക്ക് നല്ലവനാണല്ലോ ഇവൻ കാണിച്ച കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് ശ്രുതി നീ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയണ്ട. ശ്രുതി ഈ ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ശരത്താനുള്ള പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നത്, ഇവൻ ഈ കാണിച്ച പ്രവർത്തിക്ക് ഇവനെ വെറുതെ തല്ലല്ല വേണ്ട, ചെരുപ്പൂരിയാണ് തല്ലേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മി വേഗം തന്നെ ശരത്തിനെ തല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദേവും രേവതിയോട് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം രേവതി നേരെ ശരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കിടെ ശരത്ത് നീ എന്താ ഈ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ തല്ലുന്നുണ്ട്. വേഗം തന്നെ ശരത്ത്, ചേച്ചി എന്നോട് ക്ഷമിക്കുക, എനിക്ക് അറിയാതെ പറ്റിപ്പോയി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയും, നീ എന്തിനാ നിൻ്റെ ചേച്ചിയോട് ക്ഷമ ചോദിക്കുന്നത്, നീ പണം മോഷ്ടിച്ചത് എൻ്റെയാണ്, ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാലിൻ്റെ ചോട്ടിലേക്ക് വന്നാൽ ഞാൻ കാല് മടക്കി തല്ലുമെന്നൊക്കെയാണ് ചന്ദ്ര പറയുമ്പോഴത്തേക്കും രേവതി വേഗം വന്ന് ചന്ദ്രയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയണം, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിക്കാൻ അവിടെ കിടക്കല്ലേ, ഇതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവുന്ന കാര്യമല്ല, ഇനി മേലിൽ എൻ്റെ വീട്ടിലേക്ക് നീ കാലെടുത്ത് കുത്തിപ്പോവരുതെന്നൊക്കെ ചന്ദ്ര രേവതിയോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.